ാണിത്. കാര്യം ഒരു വ്യക്തി, ക്രിസ്തു വിവാഹിയായ വ്യക്തി പ്രത്യേകിച്ച്, അവർ പിരിഞ്ഞ് താമസിക്കുക പാപത്തിൻ്റെ മേഖലയിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ തമ്മിൽ കണ്ട കൊല്ലാൻ നടക്കുന്ന ആൾക്കാരെ എങ്ങനെ യോജിപ്പിക്കാൻ? എല്ലാവരും പരാജയപ്പെടുകയാണ്. കാരണം ആ മിഷണറി അവിടെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ജെയ്സ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് കിട്ടിയ ധ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുള്ളിക്കാരൻ വചനം തുറന്നിട്ട്, മാതാവേ ഞാനിതിന് പോകണോ വേണ്ടയോ എന്ന് ചോദിക്കും. എന്നിട്ട് കണ്ണടച്ചിട്ട് ബൈബിൾ കുത്തിവെക്കും. കുത്തി നോക്കുമ്പോൾ ബൈബിൾ നോക്കുമ്പോൾ മറിയം എലിസബത്തിൻ്റെ വീട്ടിൽ പോണത് കാണും. അപ്പം നമ്മൾ ദൈവത്തെ അന്വേഷിച്ചാൽ എന്താണ്? ദൈവം സമീപസ്ഥനാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവിടെ നിന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനം 145:18. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. വാക്ക് കണ്ട സെസ് ചെയ്തിരിക്കുകയാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കല്ല, പിന്നെ ആർക്കാണ്? ഹൃദയ പരമാർത്ഥതയോടെ. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടനെ പോയിട്ട് അപ്പം തന്നെ എന്നാൽ അച്ഛൻ പറഞ്ഞല്ലേ എന്നാൽ കുത്തിയേക്കാന്ന് വിചാരിച്ചിട്ട് കണ്ണ് ബാബാ അടിച്ചിട്ട് കുത്തും, ബൈബിളും കീറിപ്പോവും. അതെന്താ കാര്യം? ഹൃദയ പരമാർത്ഥതയുള്ള ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ഒക്കുവോ നോക്കാൻ വേണ്ടി. അതല്ല ഹൃദയ പരമാർത്ഥത. ഇത് പരമാർത്ഥതയുണ്ട് ഇതിൻ്റെ അകത്ത്. എന്താ പരമാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് ചെയ്യണം? ഇയാളെ കൊല്ലാൻ നിൽക്കുകയാണ്, വൈഫിനെ കണ്ടാൽ കൊല്ലാൻ നിൽക്കുകയാണ്. അയാളടുത്ത് വൈഫിനെ കൊണ്ടുവന്ന കൊലപാതകം നടത്തി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിത്വം പറയണ്ടേ? അപ്പോൾ അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിട്ട് ബൈബിള് കൈവെക്കുമ്പോൾ കാണുന്നത് മറിയം എലിസബത്തിൻ്റെ വീട്ടിലോട്ട് പോണതാണ്. അപ്പോൾ മനസ്സിലായി, നേരെ ഈ മനുഷ്യൻ ഈ ഭർത്താവിൻ്റെ അടുത്ത് കൊല്ലാൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് ചെല്ലും. ചെന്നിട്ട് നേരെ സംസാരിക്കും. കർത്താവിനാൽ അയക്കപ്പെട്ടവനായിട്ട് സംസാരിക്കും. കർത്താവിനാൽ അയക്കപ്പെട്ടവൻ സംസാരിച്ച് കഴിഞ്ഞാൽ ആളെ പെട്ടെന്ന് ഫ്ലാറ്റാകും. പിശാചിൻ്റെ പരിപാടി അതാണല്ല. കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ അവൻ പതുങ്ങത്തില്ലേ? ചൈതന്യം കാണുമ്പോൾ പതുങ്ങുമില്ല. അപ്പോൾ ഉടനെ അയാൾ പതുങ്ങി. അയാൾ പറഞ്ഞ് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത അകന്ന് പോയെന്ന് പറയും. അപ്പോൾ ജേസൺ പറയും, ഒരു ശരി നിങ്ങൾ എൻ്റെ കൂടെ വാ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി വൈഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. വൈഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ ഇത്തരം കൊല്ലാനിരിക്കണ ഭർത്താവിനെ വൈഫിൻ്റെ വീട്ടിൽ നേരത്തെ കൊണ്ടുവരിക. വൈഫിൻ്റെ വീട്ടിലല്ല, മരുമകൻ്റെ വീട്ടിൽ കൊടുക്കുകയാണ്. അപ്പോൾ മരുമകനും മകളും കൂടി പറയും, എൻ്റെ അമ്മേനെ തന്നിവിടത്തില്ലേ, അവർ കൊല്ലുമെന്ന് പറയും. അപ്പോൾ ജെയ്സൺ പറയും, മാതാവ് വിളിച്ചിട്ടാണ് വരുന്നത്, കൊല്ലട തിന്നട ജീവിക്കുക, അപ്പോൾ അമ്മ ജീവിപ്പിക്കുമെന്ന് പറയും. അപ്പോൾ ആ വിഷയത്തിൽ കൃത്യമായ മറുപടിയാണ് പറയണത്. അല്ലാതെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നല്ല പറയണത്, കട്ടൻ്റെ ആയിട്ടാണ് പറയുന്നത്.